നമസ്കാരം, വെൽക്കം ടു ഡബിൾ എസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ അലോവേര ഓയിൽ മേക്കിംഗ് ആണ്. DIY ഓയിലാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് അലോവേര ഓയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ എന്തൊക്കെ ആവശ്യത്തിനാണോ അലോവേര യൂസ് ചെയ്യുന്നത് ആ സെയിം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഹെയറിനാണെന്നുണ്ടെങ്കിൽ ഹെയറിന്റെ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്കാൾപ്പിനെ ഒന്ന് സൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഡാൻഡ്രഫിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹെയർ ഫോള് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ഹെയർ മസാജിന് വേണ്ടിയിട്ടും സ്കാൽപ്പ് മസാജിനൊക്കെ വേണ്ടിയിട്ടും നമുക്ക് ഈ അലോവേര ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓവർനൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ് ഈ കുറെ പേരൊക്കെ എല്ലാ ഓയിലും ഓവർനൈറ്റ് യൂസ് ചെയ്യും കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷെ നോർമലി നമുക്ക് അലോവേരയൊക്കെ ഓവർനൈറ്റ് യൂസ് ചെയ്യാം. ആഴ്ചയിൽ 2 ദിവസമൊക്കെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഓവർനൈറ്റ്, അതായത് തലേദിവസം രാത്രി തന്നെ തേച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് കഴുകിക്കളയാം. അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ അലോവേര ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഓയിലിന്റെ ഓവർഡോസ് കാരണം ഓയിലൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്യൂട്ടിക്കൽസ് എന്തെങ്കിലും ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ അലോവേര ഓയിൽ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഹെയറിനുണ്ട്. അതേപോലെ തന്നെ അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ സ്കിന്നിനും ഈ അലോവേര ഓയിൽ കൊണ്ട് ഉണ്ട്. സ്കിന്നിന് എന്ന് പറഞ്ഞെങ്കിൽ ഇതേപോലെ തന്നെ സ്കിന്നിന്റെ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ റിങ്കിൾസ്, ഇവിടെ റിങ്കിൾസ് വരുന്നത് കുറയ്ക്കാൻ, ഫൈൻ ലൈൻസ് ഒക്കെ വരുന്നത് കുറയ്ക്കാൻ പറ്റും. സ്ട്രെച്ച് മാർക്കിനെ വരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നാണ് പറയാം നമ്മുടെ ഈ അലോവേര ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് അലോവേരയ്ക്ക്. അതായത് ഇപ്പൊ അറിയാം, നമുക്ക് സ്കിന്നൊക്കെ ഡ്രൈ ആവുക, റഫ് ആവുക ഒക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഏജിങ് തോന്നുക സ്കിന്നിന്. അപ്പൊ അത് ഇല്ലാതെ, അതായത് നമുക്ക് ഡ്രൈനെസ് കുറച്ചാൽ തന്നെ ഒരുപാട് സ്കിന്നിന്റെ പ്രശ്നങ്ങൾ കുറയും. അപ്പൊ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അലോവേര ഹെൽപ്പ് ചെയ്യും. പിന്നെ അലോവേരയ്ക്ക് ഡയറക്റ്റ് അലോവേരയുടെ ജെല്ലിന് അലർജി ഉള്ള ആൾക്കാർക്ക്, അലർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആൾക്കാർക്ക് ഈ അലോവേര ഓയിൽ യൂസ് ചെയ്യാം. അപ്പൊ സെയിം ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും, ഒരു പ്രശ്നം ഒഴിവായി കിട്ടുകയും ചെയ്യും. പിമ്പിൾസ് വരുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഓയിലാണ് ഈ അലോവേര ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്, വിത്തൗട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ്. അലോവേര ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അലോം കോക്കനട്ട് ഓയിലുമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ രണ്ടിന്റെയും മിക്സ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു മിക്സ് ആണ്. ഒരുപാട് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉണ്ടാവുന്ന ഒരു ഓയിലാണ്. അപ്പൊ സ്കിന്നിനും ഹെയറിനും ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്നത്, ഈ പറഞ്ഞ എല്ലാതരം ബെനിഫിറ്റ്സും കിട്ടുന്ന ഒരു ഓയിലാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, അലോവേരയും കോക്കനട്ട് ഓയിലും. അപ്പോൾ അതാ അലോവേരയാണ് ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള അലോവേര എന്ന് പറയുന്നത് അധികം ഫ്ലഷ്, അതായത് അധികം ജെല്ല് ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. 2-3 വലിയ അലോവേരേൻ്റെ പീസും പിന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടിരിക്കുന്ന സംഭവങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതിനൊരു യെല്ലോ ഒരു പശ പോലത്തെ ഒരു സാധനം ഉണ്ടായിരിക്കും. അത് അത്ര നല്ലതല്ല, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സംഭവം. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ആ കടഭാഗം ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് വെക്കുകയാണ്, അത് ആ മഞ്ഞ സംഭവം കളയാൻ വേണ്ടിയിട്ട്. ക്ഷമിക്കണം, എൻ്റെ ഫിംഗർ ക്യാപ്പ് ഇടാത്ത കാരണം കൊണ്ടാണ് കുറച്ച് സ്ലോ മോഷനിലായപ്പോൾ ഇതെനിക്ക് മുറിക്കാൻ കുറച്ച് പേടിയായിരുന്നു കൊണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചാരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ യെല്ലോ എന്താ അതിന് പറയുക, അത് അത്ര നല്ല സാധനമല്ല. ആ യെല്ലോ ആ ലിക്വിഡ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ജെല്ലിൽ നിന്ന് വേർതിരിഞ്ഞ് പോയിക്കോളും. ഇതെങ്ങനെ ചാരി വെച്ചാൽ മതി. അങ്ങനെ എല്ലാ സാധനത്തിൻ്റെയും കടഭാഗം മുറിച്ചിട്ട് ഞാനിതങ്ങനെ ചാരി വെക്കുകയാണ്. അതൊരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ നമുക്കങ്ങനെ വെക്കാം. ഞാൻ ആ 1 മണിക്കൂർ ഏകദേശം വെച്ചിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സൈഡിലുള്ള ആ മുള്ള് പോലത്തെ ഭാഗം ഉണ്ടല്ലോ, ആ 2 സൈഡും പിന്നെ എന്തെങ്കിലും കുറച്ചും കൂടി വേസ്റ്റായിട്ട് കടയിൽ തോന്നുന്നുണ്ടെങ്കിൽ, കടഭാഗത്ത് തോന്നുന്നുണ്ടെങ്കിൽ അതും മുറിച്ച്, അതായത് 2 അറ്റത്തും തോന്നുന്നുണ്ടെങ്കിൽ അത് മുറിച്ച് കളയാം. എന്നിട്ട് ഞാനത് ഒന്നും കൂടെ കഴുകിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും പോവാത്തത്, ആ ലിക്വിഡ്, യെല്ലോ ലിക്വിഡ് എന്തെങ്കിലും പോവാത്തതുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഞാൻ ഒരു ബൗളിലെ വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ അലോവേര കംപ്ലീറ്റ് ക്ലീൻ ആക്കി കഴിഞ്ഞു. ഇനി നമുക്കത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കണം. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഗ്രൈൻഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉചിതം അനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ മുറിക്കാം. നമുക്ക് എത്രയുണ്ട് വലുപ്പത്തിൽ മുറിക്കണം ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലുപ്പത്തിൽ മുറിക്കാം. അങ്ങനെ എല്ലാ അലോവേരയും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്.
നെക്സ്റ്റ് സ്റ്റെപ്പ് അത് ഗ്രൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ജാറിൽ കംപ്ലീറ്റ് അലോവേര ഇട്ടു. അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോക്കനട്ട് ഓയിലിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലോവേര ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിപ്പോകുന്ന ഒരു അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അത്രയും ഓയിൽ ആവശ്യമില്ലെങ്കിൽ അലോവേരയുടെ അളവ് കുറയ്ക്കാം. നമ്മൾ അത്യാവശ്യം നല്ലോണം ഓയിൽ എടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, മുങ്ങി നിൽക്കുന്ന ഒരു പരുവത്തിലേക്ക് എടുത്തിട്ട് അത് ഗ്രൈൻഡ് ചെയ്തെടുത്തു. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യണത്. എന്താ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക. നല്ല ഒരു തിക്ക് പേസ്റ്റ്, എന്താ പറയുക, ഒരു ഡെലീഷ്യസ് ഫുഡ് പോലെയൊക്കെ ഉണ്ടല്ലേ. പക്ഷെ അത്ര ഡെലീഷ്യസ് അല്ല, അത്ര നല്ല സ്മെല്ലും അല്ല. അങ്ങനെ കിട്ടും നമുക്ക്. ഇനി ഇതിനെയാണ് നമ്മൾ ഓയിലാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള പാത്രം വെക്കണം. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നത് കളയാൻ വേണ്ടിയിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള അലോവേര ഓയിൽ മിക്സ് ഒഴിക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ട്, ഓൾറെഡി നമ്മൾ അങ്ങനെ ഗ്രൈൻഡ് ചെയ്തൊക്കെ ഓയിലും അലോവേരയും നല്ലോണം മിക്സ് ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് അധികം അങ്ങനെ അടി പിടിക്കാൻ ചാൻസ് ഇല്ല. അധികം അങ്ങനെ കരിഞ്ഞു പോകണ ഒന്നുമല്ല. അത് കാരണം കൊണ്ട് അങ്ങനെ അടി പിടിക്കില്ല. എന്നാലും ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും, അധികം ഇളക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാവും. കണ്ടോ, ഇതിപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കയ്യിലേക്ക് അതിങ്ങനെ തെറിക്കും, അതിൻ്റെ ആ വെള്ളം തെറിക്കും. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ അതെ കണ്ടോ, നമ്മുടെ ഓയിലും അലോവേരയും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യിലേക്ക് ആ വെള്ളം തെറിക്കണ സംഭവമൊന്നും ഉണ്ടായിരിക്കില്ല. നല്ല ക്ലീൻ ആയിട്ടുണ്ടാകും. അതായത് അതിനകത്ത് എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ടുണ്ടായിരിക്കും. നല്ലോണം സെപ്പറേറ്റ് ആയിട്ട് വരും ഓയിലും അലോവേരയും. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഞാൻ അപ്പം തന്നെ അരിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഒട്ടും ഞാൻ വെയിറ്റ് ചെയ്യാറില്ല. കാരണം ചില സാധനങ്ങളൊക്കെ നമ്മൾ ആ ഓയിലിനെ കൂടുതൽ അബ്സോർബ് ചെയ്യും. അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്യാറില്ല, അപ്പം തന്നെ അരിച്ചെടുക്കാറാണ് പതിവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, നല്ല ഗ്രീൻ കളറിൽ നല്ല പ്യുവറായിട്ടുള്ള അലോവേര ഓയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അലോവേര ഓയിലിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി സംഭവമാണ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും വേണ്ടിയിട്ട്. ഇത് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല പ്യുവറായിട്ടുള്ള ഒരു അലോവേര ഓയിലായിരിക്കും. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും തന്നെ വരാം. അതുവരെ ബൈ.